ഹായ് മൈ ഡിയർ ഫ്രണ്ട്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഞാനിന്നിവിടെ മേൽക്കീറും പിടിക്കീറും ചെയ്യാൻ വേണ്ടി വെള്ളം ചൂടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ജഗ്ഗിലാണ് ചൂടാക്കുന്നത്. കണ്ടിട്ട് കുറച്ച് ജഗ്ഗി ചൂടാക്കിയിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ്. കൈയും കാലുമൊക്കെ കുറച്ച് തുറക്കുമായി ചൂടുവെള്ളത്തിൽ നല്ല ഷാമ്പൂ വാഷൊക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. കാരണം ഞാനിവിടെ ഫ്ലാറ്റിൽ നിൽക്കുന്നതുകൊണ്ട് വലിയ അഴുക്കും പൊടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് അഴുക്കിലും പൊടിയിൽ ഇറങ്ങുന്നില്ല. അപ്പോൾ ഞാൻ ഈ ജഗ് ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വെച്ചിരിക്കുന്നത്. ഒരു ബക്കറ്റിൻ്റെ പുറത്ത് അഡ്ജസ്റ്റ്മെൻറ്റിൽ കാര്യം നടക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പം മേശയും കാര്യങ്ങളും ഒരെണ്ണേ ഉള്ളൂ, അടുക്കളത്തേക്കില്ല. അപ്പോൾ ഞങ്ങളിവിടെ റെൻറ്റിൽ താമസിക്കുന്നതുകൊണ്ട് ഇതൊന്നും വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ അല്ലെങ്കിൽ പറക്കി കെട്ടിക്കൊണ്ട് നടക്കണ്ടേ. അതുകൊണ്ട് ഞാൻ എല്ലാ സാധനങ്ങളും വളരെ കുറച്ചാണ് വാങ്ങി വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനി ഈ വെള്ളം ചൂടാക്കുന്ന ബക്കറ്റ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റ് എടുക്കണം. അത് ബാത്റൂമിൽ പോയിട്ട് ഞാൻ എടുത്തിട്ട് വരുവാണ്. തുണി വാഷ് ചെയ്യുന്ന ബക്കറ്റാണിത്. അപ്പോൾ അതെടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഈ വെള്ളം മീഡിയം ലെവലിൽ ചൂടാക്കി ഒഴിക്കണം. അപ്പോൾ അതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ ഇടാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി അന്വേഷണമാണ്. ഒരു നാരങ്ങ ഇടണം, പിന്നെ അതിൽ പനിനീരൊഴിക്കണം, ഉപ്പിടണം. അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വരണം. പിന്നീട് അതിനകത്ത് എന്താ പറയുക, ഷാമ്പൂ ഇടണം, ഇതിനുള്ള ബ്രഷ്, ഇതെല്ലാം ഉണ്ട്, വീട്ടിലെല്ലാം ഉണ്ട്. പക്ഷേ എല്ലാം എവിടെയൊക്കെ ഞാൻ എടുത്ത് വെച്ചിരിപ്പുണ്ട്. അപ്പോൾ അത് എല്ലാം നോക്കി പാത്ത് എടുക്കണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ്. ഇപ്പോൾ പഞ്ചസാര, ഉപ്പൊക്കെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ്. ഇപ്പോൾ ഉപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാനിക്യൂർ ചെയ്യണം. അതായത് ചൂടുവെള്ളത്തിൽ നമ്മൾ ഈ ചൂടാക്കി വയ്ക്കുന്ന ചൂടുവെള്ളത്തിനകത്ത് ഇട്ട് വേണം ചെയ്യാൻ. നാരങ്ങ, ഉപ്പ്, ഷാമ്പൂ, പിന്നെന്താ വേണ്ട, പനിനീര്, ഇത്രയാണ് ഇടുന്നത്. വേണമെങ്കിൽ റോസ ഇതളൂടെ വേണമെങ്കിൽ ഇടാം. അതൊക്കെയാണ് ഇതിൽ മാനിക്യൂറും പിടിക്കുകയും ചെയ്യേണ്ടത്. ഞാനിപ്പം എൻ്റെ വീട്ടിലുള്ള സാമഗ്രികൾ വെച്ച് ഞാനിപ്പോൾ ചെയ്യുകയാണ്. അപ്പോൾ ഒരു നാരങ്ങ പിഴിഞ്ഞ് വീട്ടി എന്നിട്ട് ആ നാരങ്ങ തോടോടുകൂടി നമ്മൾ അതിനകത്തിട്ട് ചൂടുവെള്ളത്തിനകത്തിട്ട് വെക്കണം. അപ്പോൾ വെച്ചിട്ട് അടുത്ത് നമുക്ക് ബ്രഷ് എടുക്കണം. ഇതിന് വേണ്ടിയിട്ടൊരു മാസ്ക് തയ്യാറാക്കണം, കോഫി മാസ്ക് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടി കോഫി എടുക്കണം, അതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്യണം, പിന്നെ എന്നിട്ട് തക്കാളി, ഇത്ര ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള കോഫി എടുത്തു. ഇനി അതിലോട്ട് 3 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കും. 3 അല്ല 4 കൂടി ചേർക്കും. പഞ്ചസാര ബോട്ടിൽ ഇനിയിപ്പോൾ തുറക്കാൻ പറ്റില്ല. അതിന് ഇനി മോളാണിത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനെ അവളെ കൊണ്ട് തന്നെ തുറപ്പിക്കണം. അപ്പോൾ ഇനി അവൾ ഹാളിലിരിക്കുവാണ്. ആ ഹാളിൽ കൊണ്ടുപോയി കൊടുത്ത് അവളെ കൊണ്ട് ഓപ്പൺ ചെയ്യിച്ചിട്ട് വേണം ഇത് അതിലോട്ട് ഇടാൻ വേണ്ടി. അപ്പോൾ അതിനായിട്ട് ഞാൻ പോവുകയാണ്. അവൾ ഓപ്പൺ ചെയ്ത് വായിക്കുകയാണ്. ഞാൻ ആംഗ്യം കാണിക്കാൻ കണ്ടിട്ട് അവൾക്ക് ചിരി വരുന്നു. ഞാനത് റെക്കോർഡ് ചെയ്യാൻ വെച്ചിരിക്കുന്നതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് വാങ്ങിയിട്ട് അതിനെ ആ മാസ്ക് തയ്യാറാക്കണം. വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞാനത് മാസ്ക് തയ്യാറാക്കുന്നതാണ്. നമുക്ക് പുറത്ത് മാസ്ക് കിട്ടും കേട്ടോ, കോഫി മാസ്ക് എന്ന് പറഞ്ഞ മാസ്ക് കിട്ടും, കെമിക്കലടങ്ങിയത് കിട്ടും. ഇതിപ്പോൾ നമുക്ക് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇടയ്ക്ക് ഇതിൽ ഉരുളക്കിഴങ്ങും കൂടി ആഡ് ചെയ്ത് നമുക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടില്ല. അതിന് പകരം ഞാനിവിടെ കോൾഗേറ്റ് എടുത്തിട്ടുണ്ട്. കോൾഗേറ്റ് നമ്മുടെ അഴുക്ക് കളയുന്ന സാധനമാണല്ലോ. നമ്മളെ പല്ലിലിട്ട് തേച്ചാൽ തന്നെ അത് വെളുക്കുന്നതല്ലേ. അതുപോലെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഓവറായിട്ടുണ്ടാകുന്ന അഴുക്ക്, എന്തെങ്കിലും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ കോൾഗേറ്റ് ഇട്ടാൽ മാറും. അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്യുകയാണ്. ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം എനിക്കിനി മാനിക്യൂറും പിടിക്യൂറും ചെയ്യാൻ. അത് പനിനീരാണ് കേട്ടോ. ആ പനിനീര് ഞാൻ ഒരു ദിവസം എനിക്ക് പനിനീര് ബോട്ടിൽ വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഗുളിക ബോട്ടിലിനകത്ത് സിസ്റ്റോണിൻ്റെ അകത്ത് ഒഴിച്ച് വെച്ചു. കുറച്ചേ ഉള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ ഒഴിച്ച് വെച്ചത്. അത്രയേ ഉള്ളൂ. അത് പനിനീരാണ്. അപ്പോൾ അത് തീർന്നു പോയി. ഇനി വേറെ മേടിക്കണം. അപ്പോൾ അത് തീർന്നു പോയിട്ട് ഇനി തൽക്കാല ആവശ്യത്തിന് ബ്രഷും ഉണ്ട്. ബ്രഷിട്ട് വേണം ഉരച്ച് തേച്ച് കഴിയാതെ. തൽക്കാല ആവശ്യത്തിന് അത് മതി. ഇനി വേറെ പുറത്ത് പോയിട്ട് മേടിക്കണം. അപ്പം ബ്രഷ് കിട്ടി. ഇനി ഇതിന് ഒരകല്ലുണ്ട്, ഒരകല്ലുണ്ട്. അത് ഞാൻ എവിടെയും എടുത്ത് വെച്ചിട്ടുണ്ട്. തൽക്കാലം ഇപ്പോൾ ഉരയ്ക്കേണ്ട ലെവലിലൊന്നും എനിക്ക് പ്രശ്നമില്ല. എൻ്റെ കാലിൽ മരം പോലെയൊന്നും വളരുന്നില്ല. ഇതൊക്കെ പുറത്ത് ഒരുപാട്
കാല് കൊണ്ട് ടച്ച് ചെയ്ത് നടക്കുന്നവർക്കുള്ളതാണ് അതൊക്കെ. അതായത് ഒരുപാട് വീട്ടിൽ പണികളൊക്കെ ഉണ്ടാവില്ല, അതായത് പുറത്ത് പശു ആടുകളൊക്കെ മേയ്ക്കുന്നില്ലേ, അങ്ങനെയുള്ള ജോലിക്കാർക്ക് കാലൊക്കെ മരം പോലെ ഇരിക്കും. അങ്ങനെയുള്ളവർക്ക് തേക്കാനുള്ളതാണ് കല്ല്. അപ്പോൾ ഇത് ഞാൻ ഷാമ്പു ആണ്. അപ്പോൾ നമ്മുടെ വെള്ളത്തിൽ ഒഴിക്കാനുള്ള ഷാമ്പു ആണ്. ഇതിപ്പോൾ സാധാരണ ഞാൻ ബോഡി വാഷാണ് ഉപയോഗിക്കുന്നത്. ഇതിലിപ്പോൾ സാധാരണ വേണമെങ്കിൽ നമുക്ക് ഷാമ്പു ഉപയോഗിക്കാം. എഗ് ഷാമ്പൊക്കെ ഉണ്ട് പുറത്ത്. അപ്പോൾ നമ്മളിപ്പോൾ ആവശ്യമായ സന്തൂറിൻ്റെ ഒരു ലിക്വിഡ് ബോഡി വാഷാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വെള്ളം ചൂടാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ വെള്ളം നെല്ലി ചൂടാക്കി നമ്മൾ ഓഫ് ചെയ്ത് അതിനടുത്ത് ബക്കറ്റിൽ വീഴ്ത്തണം. ബക്കറ്റിൽ ഒഴിച്ച് നമ്മളതിനെ ഇനി മീഡിയം ലെവലിൽ ചൂടാക്കി അതിനെ കൊണ്ടുവരണം. അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയിട്ട് ഒരു 3/4%, കാലിൻ്റെ 3/4% രീതിയിൽ വെള്ളം നിറയ്ക്കുന്ന രീതിയിൽ നമ്മൾ പോയി നിറയ്ക്കാൻ പോവുകയാണ്. പോയിട്ട് ആ വെള്ളം നിറച്ചിട്ട് നമുക്ക് ബാക്കി ഫുഡുകൾ തയ്യാറാക്കാം. നമ്മുടെ നോർമൽ ഫുഡ് തയ്യാറാക്കാം. ഇപ്പം നല്ല ഫീസ് ഉണ്ടാവും. നന്നായിട്ട് പാല് മുക്കി വയ്ക്കുന്ന രീതിയിൽ വേണം അത് ശരിയാക്കാൻ. അപ്പോൾ അതുകൊണ്ട് 3/4% ഞാൻ വെള്ളം പിടിക്കുകയാണ്. നോർമൽ ചൂടായ നമുക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് ബ്രഷും കൂടെ അതിനകത്ത് ഇട്ടിട്ട് കൊണ്ടുപോയി നമുക്ക് പുറത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. വീട്ടിനകത്ത് വെച്ചും ക്ലീൻ ചെയ്യാം. ഞാൻ എൻ്റെ വീടിൻ്റെ പുറത്ത് വടക്കപ്പുറം എന്ന് പറഞ്ഞാൽ വടക്കേ വശത്ത് പടിയിലിരുന്നിട്ട് ചെയ്യാനാണ് പരിപാടി. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ അവിടെ അങ്ങ് വീട്ടിൽ കളയാലോ ടൈലിൻ്റെ പുറത്ത്. അത് കണക്കാക്കിയാണ് ഞാനിപ്പോൾ പോകുന്നത്. ഒരു ക്ലീനിങ്, നമ്മുടെ ബോഡി ഒരു ചെറിയൊരു ക്ലീനിങ് ആണ് ചെയ്യുന്നത്. നല്ല ചൂടുണ്ട് കേസ് ഇവിടെ. അപ്പോൾ ഞാനിവിടെ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കൈയും കാലുമൊക്കെ നല്ല നീറ്റായിരിക്കും. ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി അനാവശ്യമായിട്ട് കാശ് ചിലവാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനത് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഇതിലിടേണ്ട ചെറിയ കല്ലനാണ് നോക്കണം. കല്ല് കിട്ടിയില്ലെന്ന് കണ്ടെങ്കിൽ കല്ല് വേണ്ടാന്ന് വിചാരിക്കുന്നത്. ഇതിനകത്തൊക്കെ നോക്കുകയാണ്. കല്ല് എവിടെയും ഞാൻ വെച്ചിട്ടുണ്ട്. കുറേ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ മുമ്പ് ഒരിക്കൽ ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല. കൊറോണ കാലമായപ്പോൾ ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാനതങ്ങ് നിർത്തി. അപ്പോൾ ഇനിയിപ്പോൾ അത് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. സ്വന്തം പഠിച്ചതല്ല ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ലൈഫിൽ എന്തെങ്കിലും ആവശ്യം ചെയ്യണമെങ്കിൽ ഞാൻ മുഖത്ത് ഫേഷ്യലും മാസ്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ലോക്ക് ചെയ്താണ് വെച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ ഓപ്പണായിട്ടിട്ട് ചുമ്മാ ആരെങ്കിലും ഒക്കെ എടുത്തങ്ങ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ അലമാരയിലേക്ക് എൻ്റെ പേഴ്സിനെ വെച്ച് കൂട്ടിയാണ് ഞാനത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് അത് എൻ്റെ ഷീറ്റിൽ നിന്ന് എടുക്കുകയാണ്. അതായത് സൺ പ്രൊട്ടക്ഷൻ ക്രീം. സൺ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ സണ്ണിൻ്റെ ഇതിലടിച്ചിട്ടുള്ള ഒരു വെയിലിൻ്റെ ഈ ചൂട് സമയത്ത് നമ്മൾ വെയിലടിച്ചിട്ടുണ്ടെന്ന കറുപ്പിനെ മാറ്റുന്ന ആ ക്രീമാണ് മഞ്ഞ. മറ്റത് സ്ക്രബാണ്, പപ്പായ സ്ക്രബാണ്. അതിട്ട് നമ്മൾ ഉരಸಿ കഴുകിയാണ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചിരങ്ങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സ്മൂത്താക്കി തരും. അതാണ് ആ ക്രീം. ഇത് രണ്ടും ഞാൻ ഒരാഴ്ചയിലൊരിക്കലൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഞാൻ പുറത്തിറങ്ങാത്തതുകൊണ്ട് അധികം ഉപയോഗം കുറവാണ്. അപ്പോൾ പുറത്തിറങ്ങും, അതായത് ഇപ്പോൾ വെയിൽ കൊള്ളലൊക്കെ കുറവാണ്. പുറത്തിറങ്ങും, വെയിൽ കൊള്ളൽ കുറവായതുകൊണ്ട് അതിപ്പോൾ അധികം യൂസ് ചെയ്യാതെ ചൂട് കാലമായതുകൊണ്ട്. അപ്പോൾ ഈ കോഫിയുടെ മാസ്ക് നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിയും കുളിപ്പിക്കുകയാണ് കോൾഗേറ്റ് ഇതിൽ മിക്സ് ചെയ്ത് നമുക്ക് ഇടുക. കുറച്ചൊരു 3 പീസ്, അതായത് 3 പ്രാവശ്യം ഒഴിക്കുക. ഇങ്ങനെ 3 പ്രാവശ്യം അത് ഇങ്ങനെ ഇതുക്കി ഒഴിക്കുക. അപ്പോൾ ഒഴിച്ചിട്ട് ഇത് ഒന്ന് നമ്മൾ കൈ കൊണ്ട് കലക്കുക. ചിരിക്കട്ട കേട്ടോ, എനിക്ക് ചിരി വരും. അപ്പോൾ ഇതവിടെ വെച്ചിട്ട് നമ്മൾ അതിനെ ഒന്ന് കൈ കൊണ്ട് കടക്കടക്കടാന്ന് കലക്കുക. മൊബൈൽ അവിടെ വെച്ചിട്ട് ഞാനത് ചെയ്യാൻ പോവുകയാണ്. അത് കലക്കിയിട്ട് നമുക്ക് മുഖത്ത്, കാലിൽ കറുത്ത പാടുകൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഇടാം. അപ്പോൾ ഇത് ഇടുകയാണെങ്കിൽ ആ ക്രീമുകളൊന്നും ഉപയോഗിക്കേണ്ട കേട്ടോ.
ഏതെങ്കിലും ഒരെണ്ണം മാത്രം ചെയ്താൽ മതി. അപ്പം ഞാനിത് കാലിലിടാമെന്ന് പറഞ്ഞ് വിചാരിച്ചിട്ടാണ് ഞാനത് എടുത്തത്, ടൊമാറ്റോ കൂടി ചേർത്ത് എടുത്തത്. പക്ഷേ ഇപ്പം മിക്കവാറും ഇത് മാത്രമേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ, ഈ കോഫി മാസ്ക് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അല്ലാണ്ട് വേറൊന്നും ഇപ്പം ഞാൻ ഉപയോഗിക്കില്ല, കാരണം എല്ലാം കൂടി കെമിക്കലായിപ്പോൾ. അത് മുഖത്ത് തേക്കാമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തത് ആ ക്രീം. ഞാനിപ്പോൾ എന്തായാലും അത് എടുക്കത്തില്ല. ഇത് മിക്സ് ചെയ്യുകയാണ്, ഉണ്ടല്ലോ. ഇതിങ്ങനെ പിഴിഞ്ഞ് നമ്മൾ നല്ല പ്രസ് ചെയ്തൊക്കെ അതിൻ്റെ ജ്യൂസി മാത്രം നമുക്ക് മതി. ഇത് നിറം കൊടുക്കുന്ന ഒരു സാധനമാണ് ഇത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്കിന്ന് നല്ല സ്മൂത്തിയായി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളെപ്പോഴും കെമിക്കൽ തന്നെ ഉപയോഗിക്കരുത് കേട്ടോ, ക്രീമുകളായിട്ടൊന്നും. നമുക്ക് ഇപ്പോഴും രസം എന്തെങ്കിലും ഉണ്ടാക്കി തിന്നാം, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഞാനിത്. പക്ഷേ ഇതിങ്ങനെ കലക്കുകയാണ്. കലക്കിയിട്ട് ഇങ്ങനെ നമ്മളൊരു കട്ടി രൂപത്തിലാക്കി എടുക്കുക. ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് ഉപയോഗിക്കാം, കൈ കൊണ്ടാകുമ്പോൾ പെട്ടെന്ന് കാര്യം നടക്കും. അപ്പോൾ അതങ്ങനെ ചെയ്തിട്ട് നമ്മൾ കാലിൽ തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മുഖത്തും കഴുത്തിലും കഷത്തും കയ്യിലും ഒക്കെ ഇടാവുന്നതാണ്. അപ്പോൾ അത് ശരിയായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇതിട്ട് നമ്മൾ മാനിക്യൂറും പെഡിക്യൂറും ചെയ്യുന്നതാണ്. നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ചൂടുവെള്ളത്തിൽ കാലും കൈയും മുക്കി വെച്ചിട്ട് വേണം, ഇതെല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഈ സാധനം തേക്കണം. കുറച്ച് ലീക്കായതിനെയൊക്കെ നമുക്ക് തുടച്ചെടുത്തിടാം, കാരണം കളയേണ്ട ആവശ്യമില്ല. പല തുള്ളി പെരുവെള്ളമെന്നാണല്ലോ. അപ്പോൾ ഇത് നമ്മൾ എല്ലാം മിക്സ് ചെയ്ത് കാലിലും കയ്യിലൊക്കെ തേക്കാമെന്നുള്ള വ്യവസ്ഥയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല മണമുണ്ട്, നല്ല ഒരു ഗോൾഗേറ്റ് സ്മെല്ലുണ്ടല്ലോ, അതുണ്ട്. അപ്പോൾ ഇതിങ്ങി കൈ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഇനി അടുത്ത് ബക്കറ്റിനകത്ത് കാൽ വെച്ച് വെക്കണം. അപ്പം അതിനുള്ള പരിപാടിയിലാണ്. അപ്പോൾ പുറത്ത് വടക്കേ വശം, എല്ലാവരുടെ വീട്ടിലും വടക്കേ വശം ഉണ്ടാവുമല്ലോ, അതേപോലെ എൻ്റെ വീട്ടിൻ്റെ വടക്കേ വശത്ത് ഞാൻ പുറത്തിരുന്ന് മാനിക്യൂറും പെഡിക്യൂറും ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോഴത്തേ ഞാൻ അവിടെ നമ്മുടെ കായൽ കണ്ട ഒഴുകുന്നു നോക്കി കായലാണ് തന്നെയാണ്. അപ്പോൾ നല്ല ചൂടുമുണ്ട്. ഈ കായലിൻ്റെ തീരത്ത് താമസിച്ചിട്ടും ഭയങ്കര ചൂടാണ്. എന്നിട്ട് ഞാൻ കാലിറക്കി വെച്ചിട്ട് കാല് വാഷ് ചെയ്യാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ബക്കറ്റ് വെള്ളം നേരത്തെ എടുത്ത് ഞാൻ പുറത്തു കൊണ്ട് വെച്ചു. ഇപ്പോൾ ഞാൻ വാഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ കറുത്ത പാട് മാറാൻ വേണ്ടിയാണ് ഞാൻ ഈ മാസ്ക് തയ്യാറാക്കുന്നത്. അത് ചെരുപ്പിട്ടിട്ട് വന്ന പാടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോവുകയാണ്. കാലിറക്കി വെച്ചു, അത് വെച്ചിട്ട് ഭയങ്കര ചൂടാണ് ഗീസ്. പെട്ടെന്ന് നമ്മളെ കാല് തണുപ്പടിച്ചിട്ട് ചൂട്ടിലിറങ്ങുമ്പോൾ വല്ലാത്ത ഒരു പെട്ടെന്ന് അങ്ങോട്ട് ഇരിക്കാൻ പറ്റില്ല, അങ്ങോട്ട് ശരീരം അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അത് പതുക്കെ വേണം നമ്മൾ ചൂടുവെള്ളത്തിൽ മുക്കി വയ്ക്കുക. അപ്പോഴത് കുറേശ്ശെ നമ്മളത് ചെയ്യണം. ചെയ്തിട്ട് ഇങ്ങനെ പതുക്കെ കാലിറക്കി വെക്കണം. ഇറക്കി വെച്ച് നമ്മളതിനെ വാഷ് ചെയ്തെടുക്കണം. ഓക്കെ, പതുക്കെ വാഷ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഓപ്പണിങ് ആവും. അവിടുത്തെ ഞരമ്പുകൾക്കും ഒരു ചെറിയൊരു സുഖം ഉണ്ടാവും. അപ്പോൾ എൻ്റെ അടുത്ത് വേസ്റ്റാണ് ഇരിക്കുന്നത് കേട്ടോ. വേസ്റ്റ് കളയണം ഒന്നുമില്ല, നാളെ കളയാനുള്ളതാണിത്. അപ്പോൾ ബക്കറ്റിലിട്ട് കവറിലാക്കി വെച്ചിരിക്കുകയാണ്. ഫ്ലാറ്റ് താമസിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെ. തെങ്ങിൻ്റെ മൂട്ടിലും വാഴയുടെ മൂട്ടൊന്നും ഞാനെൻ്റെ മാനിക്യൂർ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ കാലിട്ടിങ്ങനെ ഒലമ്പൊക്കെ നമ്മളെ കാലിൻ്റെ നല്ലിരിക്കുന്ന അഴുക്കൊക്കെ പോകും. അപ്പോൾ നല്ലപോലെ വാഷ് ചെയ്ത് എൻ്റെ മൊബൈൽ ഒരു സൈഡിൽ വെച്ചിട്ടാണ് ക്യാമറ റോൾ ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്. അപ്പോൾ ഇത് വാഷ് ചെയ്ത് എടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ക്യാമറ റോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഒറ്റയ്ക്ക് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ക്യാമറ റോൾ ചെയ്ത് ഇതെടുക്കണം.
മേനിക്കേറും പിടിക്കേറും ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അത് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മൾ അത് മുക്കി വെച്ചിരിക്കും. 15 മിനിറ്റോളം മുക്കി വെച്ചിരുന്നാലേ നമ്മൾ കാലിനുള്ള അഴുക്കൊക്കെ ഇളകി വരുള്ളൂ. പിന്നെ കാർബൺ ഡയോക്സൈഡും കൂടി ഇടണമെന്നാണ്. കാർബൺ ഡയോക്സൈഡ് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാനത് ഇട്ടില്ല. അപ്പം അതിനൊരു ആക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ഈ ബ്യൂട്ടി ക്ലിനിക്കിലെ ബ്യൂട്ടി പാർലറിലെ സാധനങ്ങൾ വാങ്ങിക്കുന്നില്ല, അവിടെ കിട്ടും കേട്ടോ. കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരു കാർബൺ ഡയോക്സൈഡ് അല്ല, ഹൈഡ്രജൻ പെരോക്സൈഡ്. ഹൈഡ്രജൻ പെരോക്സൈഡ് ലിക്വിഡ് കിട്ടും. അതൊരു ആസിഡ് പോലെയുള്ള സാധനം. അത് ഇതിൽ കുറച്ച് കിട്ടുക, അഴുക്കുകളെയും സാധനമാണ്. ഞാനതൊക്കെ ഇനി മേടിച്ച് കിട്ടുന്നുണ്ട്. സ്റ്റോക്കൊക്കെ ഉണ്ട്. ഇത്രയാണ് ഈ മാനിക്യൂർ പെഡിക്യൂർ ചെയ്യുന്ന സമയത്തുള്ള സാധനങ്ങളൊക്കെ നമ്മളിനി വാങ്ങി വയ്ക്കാം. ഓക്കെ. ക്യാമറ ഒറ്റയ്ക്ക് റോൾ ചെയ്യാൻ പറ്റുന്നില്ല, ആളെ വിളിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പിലാണ്. ഞാൻ ആളെ വിളിക്കാൻ പോവുകയാണ്. എൻ്റെ മോളെ വിളിച്ചാലേ ഇനി അത് കൂടുതലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഏകദേശം ഇപ്പോൾ മോളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവളാണ് ക്യാമറ റോൾ ചെയ്യുന്നത്. അപ്പോൾ അത് വാഷ് ചെയ്യുകയാണ്. വാഷ് ചെയ്തിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന മാസ്ക് തേക്കണം. അതെല്ലാം തേച്ച് കഴിയണം. ബ്രഷൊക്കെ ഉപയോഗിച്ച് തേച്ച് കഴിയണം. ബ്രഷ് ഉപയോഗിച്ച് തേച്ച് കഴിയുകയാണ്. കാലിൻ്റെ അടിഭാഗത്തെല്ലാം തേച്ച് കഴിഞ്ഞ് നല്ല നീറ്റാക്കി വൃത്തിയാക്കി ചെയ്യണം. അതിനൊരു സ്മൂത്ത്നെസ് കിട്ടും. പോരാത്തതിന് നല്ല ഒരു ഇത് കിട്ടും കേട്ടോ. നല്ലൊരു ഫിനിഷിങ് കിട്ടും, നല്ലൊരു നീറ്റ്നെസ് കിട്ടും. നമുക്ക് സ്വയം തന്നൊരു നീറ്റ്നെസ് കിട്ടും. സ്വന്തമായിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. നാരങ്ങയുടെ പോലും തറയിൽ വീണ് പീസ്. അപ്പോൾ ഈ ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നമ്മൾ ഇത് കൊണ്ട് തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. വലിയ അഴുക്കൊന്നും എൻ്റെ കാലിൽ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇത് പറ നടക്കട്ടെ. നടന്നിട്ട് പെട്ടെന്ന് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ടാണ് ഈ ക്രീം ഉപയോഗിച്ച്, ക്രീമല്ല ഞാൻ ഉണ്ടാക്കിയ മാസ്ക് കാലിലിട്ട് ഉരച്ച് വാഷ് ചെയ്ത് കഴുകണം. ഓക്കെ. കയ്യിലും കാലിലും നല്ല നീറ്റാക്കി നഖത്തിൻ്റെ ഇടയിലിരിക്കുന്നൊക്കെ അഴുക്കുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. വളരെ കുറച്ച് ആൾക്കാരെ ഇതൊക്കെ ചെയ്യാറുള്ളൂ. അത് സമയമില്ലാതെ ബ്യൂട്ടി പാർലറിൽ പോയി ഇരിക്കാൻ സമയമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സമയമുള്ളവർ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. വെറുതെ ബ്യൂട്ടി പാർലറിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. സമയമില്ലാത്തവരാണ് ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി പൈസ കൊടുത്ത് ചെയ്യിക്കുന്നത്. എനിക്കിപ്പോൾ ഇവിടെ സമയമുള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ഓക്കെ. ഈ ക്യൂട്ടസ് വാങ്ങിക്കുന്ന സാധനം കൂടെ മേടിക്കുന്നുണ്ട്. എല്ലാ സാധനവും ഈസിലി പർച്ചേസ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞു, എൻ്റെ കാര്യം കഴിഞ്ഞു. ഇത്രയാണ് ഞാനിപ്പോൾ ചെയ്തത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരുപാട് നേരത്തെ എൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി നഖത്തിൻ്റെ ഇടയിലുള്ള അഴുക്ക് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ബ്രഷ് ഉപയോഗിച്ച് അതിൽ കുറച്ച് ലിക്വിഡ് ഒഴിച്ച് നഖത്തിൻ്റെ ഇടയിൽ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുഞ്ഞു കുഞ്ഞു നഖങ്ങളാണ് എൻ്റെത്. അപ്പോൾ ഇവിടെ ചെയ്ത് അതൊന്ന് നീറ്റാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ മാസത്തിലൊരിക്കൽ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. നമുക്ക് ഒരു ഫ്രഷ്നെസ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് രോഗങ്ങളും വരത്തില്ല. പണ്ടത്തെ കാലത്ത് ഇതൊന്നും ഇല്ല, പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഇതിങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. ചെയ്തില്ലെങ്കിൽ ശരിയാകില്ല. നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ നമ്മളെ കാല് തൊട്ട് അടിമുടി വരെ നമ്മളെ പേഴ്സണാലിറ്റി നോക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നാട്ടിൻപുറത്തൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. ഞാൻ നാട്ടിൽ വെച്ചേ ചെയ്യുമായിരുന്നു, ഇവിടെ വന്നിട്ടില്ല. നാട്ടിൽ വെച്ച് നല്ല നീറ്റായിട്ടാണ് തലയിലാണെങ്കിലും കാലിലാണെങ്കിലും കയ്യിലാണെങ്കിലും എല്ലാം നല്ല നീറ്റായിട്ട് നടക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ മാക്സിമം ഞാൻ നീറ്റായി തന്നെ ആയിരിക്കും. ഈ മാസ്ക് മാക്സിമം നമ്മുടെ ശരീരത്തിലാണ് ഞാൻ തേക്കാനാണ് പോകുന്നത്. കാരണം എന്താണ്, ഒരു ഫ്രഷ്നെസ് കിട്ടാൻ. ഇത് തേക്കുന്ന സമയത്ത് നമ്മൾ സോപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല, സോപ്പ് വെച്ച് കുളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം അതിൽ തന്നെ ഒരു സോപ്പിൻ്റെ പവറാണ്.
തേച്ച് കുളിച്ചാൽ മതി. സ്മെല്ലൊന്നും നമ്മളെ ശരീരത്ത് വരില്ല, ഒരു സ്മെല്ലും വരില്ല, ഒരു പാടുകളും വരില്ല. ഇത് ഞാൻ ഫുള്ള് കാലിലും കയ്യിലും കഴുത്തിലും ഒക്കെ തേച്ച് നല്ല നീറ്റാക്കി കുളിക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ ചെയ്യുന്നത്. മനസ്സിലായോ? കുളിക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ ചെയ്യുന്നത്. കഴുത്തിൻ്റെ ബേക്കും കാലും ഫുൾ തേക്ക് കവർ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ബ്രസ്റ്റിൻ്റെ ചാലിലും കൂടെ തേക്കുകയാണെങ്കിൽ, വശത്തൊക്കെ തേക്കുകയാണെങ്കിൽ കറുത്ത പാടുകൾ എന്തെങ്കിലും നമ്മുടെ വശത്തുള്ള എന്തെങ്കിലും സ്കിന്നിൻ്റെ പ്രോബ്ലങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി. നല്ല രീതിയിൽ തേച്ച് നമ്മൾ കുളിക്കും. മഞ്ഞളൊക്കെ ഞാൻ നാട്ടിൽ പുറത്ത് പോയി മഞ്ഞളൊക്കെ ഉപയോഗിക്കുന്നു. മഞ്ഞളൊന്നും ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കോഫി. ബൈ.